ഇവിടുത്തെ ആളുകൾ മാത്രമല്ല, ഇപ്പൊ ഈ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലുള്ള ഇപ്പൊ ഫിലിപ്പീൻസ്, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, പിന്നെ എവിടെ ഇങ്ങനത്തെ ഈ പറഞ്ഞ തായ്ലൻഡിലും കണ്ടാണ്. തായ്ലൻഡ് പക്ഷെ അത്രയ്ക്ക് ഓവറല്ല, കുറച്ചൊക്കെ ഉള്ളൂ. അത് പക്ഷെ അങ്ങനെ കണ്ട രീതിയിലല്ല, അത് വേറെ രീതിയിലാണ്. അവർക്ക് സ്പീഡ് കൂടുതലാണെന്നേ ഉള്ളൂ വണ്ടി ഓടിക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ആഫ്രിക്കയിലും കാണാം, ഇവിടെ വണ്ടി വലിയ സംഭവമൊന്നും ആയിരിക്കത്തില്ല. സ്പ്ലെൻഡറോ വിക്ടറോ അങ്ങനെയൊക്കെയുള്ള ചെറിയ സ്പീഡും വലിയ മൈലേജും വലിയ ബോഡി വെയിറ്റും ഒന്നും ഇല്ലാത്ത ഒരു അങ്ങനെ സ്പീഡ്, ഒരു സൂപ്പർ ബൈക്ക് ഫീൽ ഒന്നും ഒരിക്കലും കിട്ടാത്ത ഇവിടുത്തെ മിക്ക വണ്ടിക്കും അങ്ങനെ വലിയ പവറൊന്നും ഇല്ല പറയുന്ന പോലെ. ഈ വണ്ടി ആ ഓടിക്കുന്ന ആൾക്ക് മാത്രം തോന്നും ഇത് സൂപ്പർ ബൈക്ക് പോലാണ്. എന്നിട്ട് അയാൾ അകത്തെ സ്റ്റിക്കർ ഒട്ടിക്കും, വേറെ ഏതാണ്ടൊക്കെ ചെയ്യും, ഹാൻഡിൽ മാറ്റും, എന്തൊക്കെയോ അതിനെ സൗണ്ട് മാറ്റാൻ പറ്റും, അത് മാറ്റും, ആ ബൈക്കിന്റെ ഷേപ്പേ മാറ്റി ഇതൊരു സൂപ്പർ ബൈക്കിന്റെ ഫീലിൽ അങ്ങ് ഓടിക്കും. എന്നിട്ടാണെങ്കിൽ അതിനില്ലാത്ത സ്പീഡ് വരും, ഇതിനെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് പരിപാടികളൊക്കെ കാണിച്ചു കൂട്ടും. അതാണ് നമ്മുടെ നാട്ടുകാരും മറ്റു നാട്ടുകാരും നമ്മൾ വലിയൊരു വ്യത്യാസം. അത് കാരണം നമ്മുടെ ആളുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതിന്റെ ശരിക്കുള്ള അവസ്ഥ മനസ്സിലാവാതെ അവൻ വിചാരിച്ചേക്കുന്ന എന്തോ പോലെയൊക്കെ തന്നെയാണെന്നുള്ള ഭാവത്തിൽ അങ്ങ് ഇരിക്കും. ആ ഇരിപ്പും മട്ടും ഭാവം എല്ലാം അങ്ങനെയാണ്. ഏതോ F1 റേസിനൊക്കെ പോകുന്ന പോലെ ചില ഇതുവഴി ചെറിയ കാറൊക്കെ ഓടിച്ച്, ഒറ്റ കാറിനും അത്രയും പവറൊന്നും ഇല്ല. ഇവിടെ ഫെറാറി ഓടിക്കുന്ന പോലെ ചിലവന്മാർ 800ഉം അല്ലെങ്കിൽ വാഗണറൊക്കെ ഓടിച്ച് നടക്കുന്നു. ഭയങ്കര പരിപാടിയാണ്. ഇത് മറ്റേ രാജ്യക്കാർക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഈ ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്ന രാജ്യങ്ങൾ എടുത്ത് നോക്കിയാൽ അവിടെ ഉള്ളവർക്ക് അവരുടെ വണ്ടി അറിയാം, ഏതാ വണ്ടി, ഇതെന്തോരം സ്പീഡിൽ പോകാൻ പറ്റും, ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട വണ്ടിയാണ്, ഇതിനകത്ത് എക്സ്ട്രാ ഫിറ്റിങ്ങിന്റെ ആവശ്യമില്ല. അല്ലെ തന്നെ വണ്ടിയിൽ എക്സ്ട്രാ ഫിറ്റിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല. അത് എക്സ്ട്രാ ഒരു ഫിറ്റ് ചെയ്യണമെങ്കിൽ തന്നെ അത് വണ്ടിയുടെ സേഫ്റ്റി റിലേറ്റഡ് എന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിങ് വല്ല അതിന് ഉപയോഗിക്കുമ്പോൾ, അതായത് റാലിക്ക് ഉപയോഗിക്കുക അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല, റോഡിൽ ഉപയോഗിക്കാൻ അവർക്ക് അറിയാം ആ വണ്ടിക്ക് അതിന്റെ ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് മറ്റു കാര്യങ്ങളൊക്കെ അറിയാലോ. മോഡിഫിക്കേഷൻ ഒന്നും അധികം അങ്ങ് വരുന്നില്ല. തായ്ലൻഡിൽ മോഡിഫിക്കേഷൻ ഉണ്ട് എല്ലാ വണ്ടിയിലും. ഈ പറഞ്ഞ രാജ്യങ്ങളിൽ ഓട്ടോ ഉണ്ട്. ഇതിനകത്ത് ഏറ്റവും ടോപ്പ് നിൽക്കുന്ന ഓട്ടോക്കാരാണ്. ഒരു മുച്ചക്ര വാഹനമാണ്, അല്ലെങ്കിൽ അതിനെന്തോ ഒരു സ്പീഡ് പോകാം, അല്ല എങ്ങനെയൊക്കെ മര്യാദയ്ക്ക് ഓടിക്കാന്ന് പറഞ്ഞതിന്റെ എല്ലാം ലംഘിച്ചിട്ട് ചെയ്യുന്നത് കൂടുതൽ 90% ഓട്ടോക്കാർ അങ്ങനെ. അവർക്ക് അതിന്റെ സ്പീഡൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അതിനകത്ത് കാണിക്കുന്ന പരിപാടികൾ കണ്ടാലോ, ഈ ഫ്രണ്ട് ഗ്ലാസിന്റെ അവിടെ വരെ ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, ബാക്കി മൊത്തം അടഞ്ഞ് സ്റ്റിക്കറ്, പാവ തൂങ്ങിക്കിടന്ന് ആടുന്നത്, പിന്നെ പേരുകൾ, നാട്ടിലുള്ളവരുടെ മുഴുവൻ പേരൊക്കെ എഴുതി വെക്കും. അങ്ങനെ കുറെ സാധനങ്ങളുണ്ട് ഓട്ടോയിൽ. പിന്നെ ഇവിടുത്തെ കാറിലൊക്കെ അലങ്കാര വസ്തുക്കളാണ് കൂടുതൽ. പുറകെ പാവ, ഫ്രണ്ടിൽ തൂക്കിയിട്ടേക്കുന്ന കുരിശ്, ഗണപതി, ഏതൊക്കെ ഉണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം ഇങ്ങനെ വരുന്ന മനസ്സിലായില്ലേ. മല്ലന് പുല്ലും ആയുധം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പുല്ലൊന്നും അത്രയ്ക്ക് മല്ലന് ആയുധമാകത്തൊന്നുമില്ല. നല്ല തോക്കെടുത്ത് 2 ഉണ്ട ഇങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ പുല്ലൊക്കെ തെറിച്ചു. അതൊന്നും വേണ്ട. അതൊക്കെ പണ്ട് പൊട്ടന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോഴും കേട്ട് അത് വിശ്വസിച്ച് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ വണ്ടിയിലൊക്കെ ഈ ആവശ്യമില്ലാത്തവരൊന്ന് കയറുന്നത്. അവർക്ക് അതിന്റെ വണ്ടിയുടെ കപ്പാസിറ്റി അറിയത്തില്ല, എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. മറ്റവർക്ക് അങ്ങനെ തോന്നത്തുമില്ല. അവർക്ക് എന്താ തോന്നാത്തെന്ന് വെച്ചാൽ അവർക്ക് ബോധം വെളിവ് ഉള്ളത് കൊണ്ട് തോന്നുന്നില്ലെന്നുള്ളതാണ്. അല്ലാതെ ഇതൊരു കഴിവൊന്നും ആക്കണ്ട. ഇതൊരു കഴിവുകേടാണ്, അല്ലെങ്കിൽ അറിവില്ലായ്മയെ മനസ്സിലാകാതെ പോകുന്നതാണ് എന്നുള്ളതിനപ്പുറത്തോട്ട് വലിയ സ്റ്റൈലൊന്നും അല്ല. ഇത് സ്റ്റൈലാണെന്നൊക്കെ വിചാരിച്ചേക്കുന്നത് ഈ പോഴത്തരം കാണിക്കുന്നത്. ഈ വണ്ടിക്കൊന്നും അതിനുള്ള പവർ ഇല്ല. പവറിനനുസരിച്ച് ഓടിക്കാവും. അതിൽ ഈ സ്റ്റിക്കറെല്ലാം ഒട്ടിച്ചതൊന്നും കാക്ക കുളിച്ചാൽ കൊക്കാകത്തില്ലെന്നുള്ളത് ഇതിനോടൊപ്പം പഠിക്കാനുള്ളതായിരുന്നു. അത് അവർ ശ്രദ്ധിച്ചിട്ടില്ല. എന്തോ അങ്ങനെയൊക്കെ ഉണ്ട്. അത് ആ നോക്കി കണ്ടൊക്കെ എടുത്തോണ്ട് പോകണം. അല്ലാതെ ഈ ചെറിയ പറഞ്ഞ വണ്ടി എടുത്ത് സൂപ്പർ ബൈക്ക് പോലെ ഇരുന്ന് അങ്ങോട്ട് ഓടിച്ചാലൊന്നും ഇത് സൂപ്പർ ബൈക്ക് ആകത്തില്ല. ഇവിടുത്തെ മിക്ക വണ്ടികളുടെയും പ്രശ്നം അതൊക്കെ തന്നെ. അങ്ങനെ ഉള്ളാന്ന് വണ്ടി ഓടിക്കാനുള്ള റോഡും ഇല്ല. അതുകൊണ്ടാണ് ഈ KTM ഒക്കെ ഇവിടെ വന്ന് കുറച്ച് സ്പീഡിൽ പിള്ളേർ വണ്ടി ഓടിച്ചപ്പോൾ വണ്ടി ഇടിച്ച് മരിച്ചത്. മറ്റേത് ഓടിച്ചുള്ള ശീലമല്ലേ ഉള്ളൂ. മറ്റേ സൂപ്പർ ബൈക്കായിട്ട് ഭാവിച്ച് ഓടിക്കുവാണ് ഇതുവരെ. ശരിക്കുള്ള സാധനം വന്നപ്പോൾ കൺട്രോൾ ചെയ്യാനും ആളില്ല. എടുത്തലക്കി ആ ഭാവം കൊണ്ട് സിനിമയിലൊക്കെ കണ്ട പോലെ ഓടിച്ച് നോക്കുക ചെയ്യുന്നത്. അല്ലാതെ അവരൊരു പ്രാക്ടീസ് ചെയ്തിട്ട് റേസിന് പ്രാക്ടീസ് ചെയ്തവരോ ഒന്നും ഇല്ല ഇവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ റോഡിൽ കിടന്ന അഭ്യാസം കാണിച്ച് കുറെ എണ്ണം അങ്ങ് ചത്ത്. ഇതൊക്കെ വലുതായാലും എന്താവുമെന്ന് ആർക്കും അറിയത്തില്ല. ഇതിലും വലിയ ഇടിച്ചേനായിരിക്കുക. കുറച്ചുകൂടെ മൂത്തിരിനെ വേറെ രീതിയിൽ ഇടിച്ച് പരിചയനെ. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് തമ്പാനെ. അതൊക്കെ വലിയ കാര്യമൊന്നുമല്ല. ഇപ്പം മസിൽ ഇല്ലാത്ത ഒരാൾ മസിൽ പിടിച്ചാണെന്ന് എങ്ങനെ ഇരിക്കും. ഇപ്പം ഞാനിങ്ങനെ എപ്പോഴും ഇങ്ങനെ നടക്കുന്നുണ്ട്. ആൾക്കാർക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് വിചാരിക്കത്തില്ല എന്ന് പറഞ്ഞ ഉള്ളത് കാണിച്ചാൽ മതി, ഇല്ലാത്തൊന്നും കാണിക്കണ്ട. അല്ലാതെ തന്നെ അത് മര്യാദയ്ക്ക് ആ വണ്ടിക്ക് ഒരു കുഴപ്പമില്ല. വര വണ്ടിക്ക് ഇമാരത് സ്റ്റിക്കർ ഒട്ടിച്ച് അകത്തെ മണി തൂക്കിയിട്ട് അങ്ങ് അലമ്പാക്കും. കണ്ണാപ്പിന്നൊക്കെ വിളിക്കുന്നത്. കരിപ്പൻ, കാന്താരി, കണ്ണാപ്പിന്നൊക്കെ വിളിച്ചുകൊണ്ട് കളിയാക്കും ഇവരെ. അത് ഇതുകൊണ്ടാണ് കളിയാക്കുന്നത്. അല്ലാതെ അവരുടെ ജീവിത സാഹചര്യം കൊണ്ടല്ല. അവർ എവിടെയോ ഇന്ന് എന്തോ കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്ന പ്രവർത്തിക്ക് ഇടുന്ന പേരെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അതിനകത്ത് വേറെ ഈ കോളനി പോലത്തെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഒരു സംഭവം കാണിച്ചാൽ ആര് കാണിച്ചാലും അവരെ കണ്ണാപ്പിന്നൊക്കെ വിളിച്ചിരിക്കും. ചിലപ്പോൾ കലിപ്പെന്ന് വന്നിട്ടുമ്പോൾ ഇങ്ങനെ ഭയങ്കര കലിപ്പിച്ച് ചെന്ന് കഴിഞ്ഞാൽ അവനെ എവിടെ നിന്ന് വരുന്നതെന്ന് അന്വേഷിച്ചിട്ടല്ല അവനെ കലിപ്പെന്ന് വിളിക്കുന്നത്. കാണുമ്പോൾ അറിയാം അവർ തന്നെ.
അപ്പൊ ഇതൊക്കെ ഇങ്ങനത്തെ ഐറ്റങ്ങളാ, അത് ഒത്തിരി ഉണ്ട് ഇവിടെ. അയ്യോ, ഇടയ്ക്ക് ഇങ്ങനെ പോകുന്ന കാണാം. അവരുടെ ഇരിപ്പ് ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. കണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്. എങ്ങനെയാണ് ഇരിക്കുന്നത്? ബൈക്കിൽ ഇങ്ങനെ ഇതിന് ഇങ്ങനത്തെ സാധനമുണ്ട്. കൈയൊക്കെ ഇങ്ങനെ ഇരിക്കും ഇങ്ങോട്ട്. ആ ഹാൻഡിലൊക്കെ അങ്ങനെ പിടിക്കാൻ പാടാ. അവരിയ്ക്കുന്ന ഇരിപ്പിനെ കാലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഒരു തരം അവനാ ഇരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഹാൻഡിൽ മാറ്റി കാണും, അങ്ങനെ ഇരിക്കാൻ. അപ്പൊ ശരിയെന്നാ ബൈ.